എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിവസം മുമ്പാണ് തന്റെ അമ്മ അത് എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യത്തിന് തന്റെ അമ്മയുടെ നട്ടല് എന്റെ പ്രിയപ്പെട്ടവരെ തല്ലിയൊടിച്ച മകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നത്. അപ്പം മക്കളിലൂടെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് മാതാപിതാക്കൾ, വല്ലാതെ സങ്കടപ്പെടുന്നു. കാരണം മക്കളുടെ ജീവിതം വല്ലാത്ത ഒരു ജീവിതം. മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉമ്മയാണെന്ന് മക്കൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് സ്വന്തം മക്കൾ തന്നെ. അത് വെട്ടുകത്തിയാണോ, കോടാലിയാണോ, അല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയാണോ, എന്താണോ കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് ഉമ്മാനെ അടിച്ചും തല്ലിയും വെട്ടിയും കൊല്ലുന്ന മക്കളുടെ കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിവസം മുമ്പ് പത്രമെടുത്തു നോക്കിയാൽ നമുക്കറിയാം, വിദ്യാഭ്യാസമുള്ളവർ പോലും ഞങ്ങളുടെ ഭാഗത്താണ് ഒരു അഡ്വക്കേറ്റ് തന്റെ മാതാവിനെ കൊന്ന വാർത്തകൾ നമ്മൾ വായിച്ചവരാ. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോഴും പല ഉപ്പമാരും, ഞാൻ എന്റെ ഓർമ്മയിൽ മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ അവിടെ നിന്ന് തവാഫ് ചെയ്തിട്ട് 2 റക്അത്ത് ഉംറയുടെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആ മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് കിടന്നുകൊണ്ട് ഒരു പിതാവ് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആയിക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ഒരു സമയം കഅബാലയത്തിന്റെ മുമ്പിൽ, മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ സമയമാ. ആ സുജൂദിൽ കിടന്നുകൊണ്ടൊരു പിതാവ് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ നല്ല മരണം തരണേ എന്നല്ല, പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്നല്ല. ആ പിതാവ് സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുന്നത്, പടച്ചവനെ എന്റെ പൊന്നുമോനെ നീ ഒന്ന് നന്നാക്കി തരണേ അല്ലാ, എന്റെ പൊന്നാര മകന്റെ ദുസ്വഭാവങ്ങളൊന്ന് മാറ്റി തരണേ എന്ന്. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോലും സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഉസ്താദന്മാരെ കാണുമ്പോൾ, തങ്ങന്മാരെ കാണുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ പാണക്കാട് തങ്ങന്മാരാകട്ടെ, ഏത് തങ്ങളെ കാണുമ്പോഴും ഉസ്താദെ എന്റെ പൊന്നുമോനൊന്ന് നന്നാകണം, എന്റെ പൊന്നാര മകളൊന്ന് നന്നാകണം, ദുആ ചെയ്യണം, ദുആ ചെയ്യണമെന്ന് ഞാനും നിങ്ങളും പറയാറുണ്ടല്ലോ. ഈ ശുഹദാ മഖാമിൽ കിടക്കുന്ന ശുഹദാക്കളുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് പലരും പടച്ചവനോട് ദുആ ചെയ്യുന്നത് രോഗം മാറ്റണേ എന്നല്ല, പടച്ചവനെ കഴിക്കാൻ ഭക്ഷണം തരണമേ എന്നല്ല. പലരും അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് പറയുന്നു, നാഥാ നീ എനിക്ക് അമാനത്തായി തന്ന എന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനോട് ദുആ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഉസ്താദന്മാരാകട്ടെ, തങ്ങന്മാരാകട്ടെ, അവരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് തന്റെ പൊന്നാര മക്കളെ നല്ല മക്കളാകാൻ അവിടുന്ന് ദുആ ചെയ്യണേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചവനെ, വാപ്പ വാപ്പയാകണമടോ, ഉമ്മ ഉമ്മയാകണമടോ. പടച്ചവനെ, മക്കളുടെ ഒന്നാമത്തെ ഗുരുനാഥന് വാപ്പയാണ്, ഉമ്മയാണ്. നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കള് വളരുന്നത്. ആ മക്കള് പടച്ചവനെ എത്രത്തോളം അവരെ നന്നാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണമെന്നറിയോ? വിവാഹം പടച്ചവനെ, വിവാഹത്തിന്റെ തുടക്കം മുതല് അതാ മക്കള് നന്നാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്നാണ്. എന്തിനാണ് ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന വിവാഹം കഴിച്ചവനും വിവാഹം കഴിക്കാനിരിക്കുന്നവരും വിവാഹം കഴിക്കാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ മുതഅല്ലിമീങ്ങൾ പോലും അല്ലാഹുവോട് ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ടല്ലോ. ആ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ വലിയ പ്രതിഫലമാണ് നബിതങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് കൊടുക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ ഏത് ദുആയാണെന്നറിയോ? ഏത് ദുആ ചെയ്യുന്നവനാണ് സ്വർഗ്ഗത്തിൽ പടച്ചവനെ ഒരു വീട് ലഭിക്കുന്നതെന്ന് മുത്തുനബി പഠിപ്പിച്ച ദുആയതാ. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് വിവാഹം കഴിച്ചവരും ദുആ ചെയ്യും, പ്രായപൂർത്തിയായവരും ദുആ ചെയ്യും, പ്രായപൂർത്തിയാകാത്തവരും ദുആ ചെയ്യും, പ്രായമായവനും ദുആ ചെയ്യും. ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരും ദുആ ചെയ്യും. കാരണം പടച്ചവനെ, ദുആയിൽ പടച്ചവനോട് പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ തമ്പുരാന്, എന്റെ ഭർത്താവിനെ നീ സ്വാലിഹാക്കണേ തമ്പുരാന്, കണ്ണിന് കുളിർമയുള്ളവരാക്കണേ തമ്പുരാന്,
തമ്പുരാന്. പടച്ചവനെ, ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നു, എന്റെ ഭാര്യ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം എന്ന് പടച്ചവനോട് പറയുകയാണ്. ഒരു പെണ്ണ് പറയുന്ന, പടച്ചവനെ എന്റെ ഭർത്താവിനെ നന്നാക്കണേ തമ്പുരാന്, എന്റെ മക്കളെ നന്നാക്കണേ തമ്പുരാന്. എന്നിട്ട് അവസാനം അല്ലാഹുവോട് പറയുകയാ, എന്നെ ഇമാമാക്കണേ അല്ലാ. ആ മനുഷ്യൻ പടച്ചവനോട് പറയുന്നു, എന്നെ നന്നാക്കണം തമ്പുരാന്, എന്നെ നീ നന്നാക്കണം തമ്പുരാന്. ഒരു ഭർത്താവ് പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന, എന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു പിതാവാക്കി എന്നെ മാറ്റണേ അല്ലാ. എന്നിട്ടും നിർത്തുന്നില്ല. ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, എന്നെ ഇമാമാക്കണേ അല്ലാ. ലിൽമുത്തഖീന ഇമാമാ, എന്നെ നീ ഇമാമാക്കണേ തമ്പുരാന്. ആരാ ഇമാമ? പടച്ചവനെ, തന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള മാതൃകയാകുന്ന ഒരു പിതാവാക്കി എന്നെ മാറ്റണേ, ഒരു മാതാവാക്കി എന്നെ മാറ്റണേ എന്ന് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? വാപ്പ വാപ്പയാകണമടോ, ഉമ്മ ഉമ്മയാകണമടോ. മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഇമാമാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരാരാകണം? ഒരു വാപ്പയുടെ ക്വാളിറ്റി എന്തെന്നറിയോ? ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ പൊന്നാര മക്കളെ വളർത്തേണ്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയാത്തതൊന്നുമില്ലല്ലോ, ആ ഖുർആനിൽ പറയാത്തതൊന്നുമില്ലല്ലോ. ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 ആയത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ. ആ സൂറത്തുകളിലും ആയത്തുകളിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു ഒരു ചരിത്രം പറയും. ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നു, അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം അല്ലാഹു പറയുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു കഥ അല്ലാഹു പറയുകയാണ്. ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പറയുന്നു, മനോഹരമായ ഒരു ചരിത്രമാണ്, ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്, ഒരു പിതാവിന്റെ ചരിത്രമാണ്. 12 മക്കളെ പോറ്റി വളർത്തിയ ഒരു പിതാവിന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഖുർആൻ പറയാത്തതൊന്നുമില്ലടോ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു മാതാവെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു വീട് ഭരിക്കേണ്ടത്, ഒരു വീട് എങ്ങനെയാണ് ഒരു വീട് പരിപാലിക്കേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. പെങ്ങളെ പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു പ്രവാചകന്റെ വീടിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു സ്വഹാബികളുടെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് പറയുകയാ. അതുകൊണ്ട് പടച്ചവനെ, ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ആ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. എന്താണ് ആ ചരിത്രത്തിന്റെ പ്രത്യേകത? എന്താണ്? 12 മക്കളെ പോറ്റി വളർത്തി യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചരിത്രം പഠിക്കടോ. സാധാരണ ഒരു പിതാവല്ല യാക്കൂബ് നബി അലൈഹിസ്സലാം. 12 മക്കളെ വളർത്തിയ പിതാവാണ്. ആ പിതാവിന്റെ തലമുറകൾക്ക് പോലും വല്ലാത്ത ക്വാളിറ്റിയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. യാക്കൂബ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. 12 മക്കളുടെ വാപ്പയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, 1 2 3 മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന എന്റെ ഉപ്പമാരോട് 12 മക്കളെ വളർത്തി യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ. യാക്കൂബ് നബി വല്ലാത്ത ക്വാളിറ്റിയുള്ള ഒരു പ്രവാചകൻ.
പ്രവാചകനാ. യാക്കൂബ് നബിയുടെ പിതാവ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ പിതാവ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാരാ? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിതാവാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. പടച്ചവനെ ഇനി താഴോട്ട് മക്കളുടെ പരമ്പര തിരഞ്ഞു നോക്ക്. യാക്കൂബ് നബിയുടെ മകനാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. പടച്ചവനെ ആ പരമ്പരയിലാണ് ദാവൂദ് നബി കടന്നു വരുന്നത്, സുലൈമാൻ നബി കടന്നു വരുന്നത്, മറിയം ബീവി കടന്നു വരുന്നത്. ഒരു വല്ലാത്ത പാരമ്പര്യം പറയാൻ കഴിയുന്ന ഒരു പ്രവാചകനാണ് ആ യാക്കൂബ് നബി അലൈഹിസ്സലാം. തന്റെ 12 മക്കളെ വളർത്തിയത് എങ്ങനെയാ? സമയം കിട്ടുമ്പോ പഠിക്കണേ വാപ്പമാര്. ചുമ്മാതെ നാട്ടുകാരെ ഉപദേശിച്ച് നടന്നാ പോരാ, അയൽവാസികളുടെ മക്കളെ മാത്രം ഉപദേശിച്ചാ പോരാ. സമയം കിട്ടുമ്പോ നീ നിന്റെ മക്കളെ ഒന്ന് ഉപദേശിക്കണേ. പഠിച്ചവനെ യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ. ആദ്യം നമ്മൾ നന്നാകണം, നമ്മുടെ മക്കളെ നന്നാക്കണം, നമ്മുടെ വീട് നന്നാകണം, പിന്നെ വേണം നമ്മൾ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉപദേശിക്കുന്ന ഒരു പിതാവായിരുന്നു. യാക്കൂബ് നബി തന്റെ മക്കളെ വിളിച്ചിരുത്തി ഉപദേശിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്താ? യാക്കൂബ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് യാക്കൂബ് നബി തന്റെ മക്കളോട് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്താ? വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്താ? മക്കളെ, ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല. തോന്നുന്നത് പോലെ ഇഷ്ടമുള്ളത് തിന്നും കുടിച്ചും ആസ്വദിച്ചും മതിമറന്നും പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം പടച്ചവനെ അല്ലാഹു തന്നതാണ്. നിങ്ങൾ ദീൻ മുറുകെ പിടിച്ചു വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരു ദീനുണ്ട്, നിങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്, നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാതയുണ്ട്. ആ വഴിയിലൂടെ വേണം നിങ്ങൾ ജീവിക്കാൻ. ആ പാത പിൻപറ്റി വേണം നിങ്ങൾ ജീവിക്കാൻ. തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല, തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, ദീനനുസരിച്ച് വേണം ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് വേണം ജീവിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആദർശമാണ്. ആദർശമാണ് യാക്കൂബ് നബി തന്റെ മക്കൾക്ക് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നത്. ഏത് വാപ്പയാടോ മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കുന്നത്? താടിയും തഴമ്പുമുള്ള നിസ്കാര തഴമ്പുള്ള വാപ്പ നിന്റെ പൊന്നാര മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്നതാരാ? പടച്ചവനെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് പോലും പടച്ചവനെ പല പല ആദർശമാണ്. വാപ്പയ്ക്കൊരു ആദർശമാണ്, മക്കൾക്കൊരു ആദർശമാണ്, മാതാവിനൊരു ആദർശമാണ്. ഒരു വീടിന്റെ അകത്ത് പോലും ആദർശം പല പല രീതിയിലാണ്. ഒരു വിഷയം വന്നാ തർക്കമാണ്, ഉണ്ടോ ഇല്ലയോ. അല്ലാഹുവേ, ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും പലപ്പോഴും ഒരു വീടിന്റെ അകത്ത് പോലും തർക്കമാണ്. എന്നാ യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, മക്കളെ, ജീവിക്കേണ്ടത് പടച്ച റബ്ബിന്റെ ദീനനുസരിച്ചാണ്. ആ ദീന് മുറുകെ പിടിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. ആ ദീന് മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ആ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ പടച്ചവനെ ആഖിബത്ത് നന്നാകൂ, ഈമാനുള്ള ഒരു മരണം കിട്ടൂ എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പെടുന്ന വസിയ്യത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മരണമെടുത്തു. സക്കറാത്തിന്റെ അവസ്ഥയെടുത്തപ്പോ അപ്പോഴും യാക്കൂബ് നബി തന്റെ മക്കളെ മുഴുവനും അടുത്ത് വിളിക്കുകയാണ്. തന്റെ 12 മക്കളെയും അടുത്ത് വിളിച്ചിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അപ്പോഴും അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാ. തന്റെ പൊന്നാര മക്കളോട്, അൻ കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദീ
യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് 12 മക്കളെയും വിളിച്ചടുത്തിരുത്തിയിട്ട് വാപ്പ ചോദിക്കുന്നു, മക്കള്, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വാപ്പ കഴിവിന്റെ പരമാവധി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? പറമക്കള്. ചോദ്യം ചോദിച്ചിട്ട് യാക്കൂബ് നബി മക്കളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുകയാ. യാക്കൂബ് നബിയുടെ മക്കള് പറഞ്ഞ മറുപടി എന്താ? പടച്ച റബ്ബേ, ഖാലൂ നഅ്ബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വഹിദാ. പടച്ചവനെ പാരമ്പര്യം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, മഹാനായ തന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം, നിങ്ങൾ ആരെയാണോ ആരാധിച്ചത്, നിങ്ങൾ ഏത് പാതയിലാണോ സഞ്ചരിച്ചത്, നിങ്ങൾ ഏത് ദീനാണോ മുറുകെ പിടിച്ചത്, ആ ദീനനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കള് പറയുമ്പോ യാക്കൂബ് നബിയുടെ മറുപടി എന്താ? അൽഹംദുലില്ലാഹ്. പടച്ചവനെ അല്ലാഹുവിനെ സ്തുതിക്കുകയാ യാക്കൂബ് നബി. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടമയാണ് ആദർശം പറഞ്ഞു കൊടുക്കല്, ദീന പഠിപ്പിച്ചു കൊടുക്കല്. നമ്മുടെ കടമയാണോ, നമ്മുടെ ബാധ്യതയാണോ? അല്ലാതെ നീ മാത്രം നന്നായാ പോരാ, നീ മാത്രം സ്വർഗത്തിന് പോയാ പോരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാരാ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒന്നാമത് ഉപദേശിച്ചത്, മക്കളെ ദീനനുസരിച്ച് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ആദർശമുണ്ട്, ആ ആദർശം അനുസരിച്ചിട്ട് വേണം മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ന് ഇന്ന് നോക്കിക്കേ, ഏത് വാപ്പയാ തന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്നേ? ഇന്നൊരു വീടിന്റെ അകത്ത് തന്നെ പല പല ആദർശമാണോ. ഒരു വിഷയം വന്ന, ഇപ്പൊ റജബ് 27 കഴിഞ്ഞു, ഒരു വീടിനകത്ത് ചിന്തിച്ച് നോക്കിക്കേ, വാപ്പ ഒരു ഭാഗത്ത്, മകൻ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്. ഇനിയിപ്പോ അൽഹംദുലില്ലാഹ് ശഅബാൻ വന്നു, ഇപ്പൊ ബറാഅത്തിന്റെ നോമ്പ് വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഒരു വീടിന്റെ അകത്ത് ആദർശമില്ലടോ. ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ്, നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ആദർശം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രായമുള്ള CC അടഞ്ഞ് തീരാറായ പ്രായമുള്ളവരെ ആരെയും ആർക്കും വേണ്ട. ഇന്ന് പ്രായമുള്ളവരെയല്ല വേണ്ടത്, ഇന്ന് ചെറുപ്പക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും. എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73-ൽ 72 നരകത്തിലാ. ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ കിടക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതിലെ 72 പേരും 72 വിഭാഗവും നരകത്തിൽ പോകും. ഒരേ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പോകൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഒരാമീൻ പറ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആ ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഈ 73 പേരും പറയും ഞങ്ങളാണ്. ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന സംഘാടകനും അവനും പറയും അത് ഞങ്ങളാ. അവന് 2 വഖത്തേ ഉള്ളൂ, അവന് രാവിലെയും വൈകിട്ടും മാത്രമേ നിസ്കാരമുള്ളൂ. ആ നിസ്കരിക്കുന്നവനും പറയുന്നത് ആ ഒരു വിഭാഗം ഞങ്ങളാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ ഒരു പുതിയ വിഭാഗം, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല ആ അലിയാരെ തങ്ങളെ മാത്രം അംഗീകരിക്കുന്ന വിഭാഗം, അവരും പറയുന്നത് ഞങ്ങൾ മാത്രം ആ ഒരു വിഭാഗം, നിങ്ങളൊക്കെ പുറത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാരും പറയുന്നത് തന്നെ കോലത്തിലും ചിലപ്പോ താടിയുണ്ടാകാം, തഴമ്പുണ്ടാകാം, ഷാളുണ്ടാകാം, തങ്ങന്മാരുണ്ടാകാം, എല്ലാം ഉണ്ട് ഇവരുടെ കൂട്ടത്തിലും. ഇവരും പറയും നല്ല കാര്യങ്ങളാ. പക്ഷെ ആ നല്ല കാര്യങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനിടയിൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും അതിനകത്തേക്ക് കടന്നു വരുന്നു. ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല കാര്യമല്ലേ? ദിക്ർ പറച്ചിലും നിസ്കാരവും ഇതൊക്കെ നല്ല കാര്യമല്ലേ? പക്ഷെ അതിനകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത, അറിവുള്ളവരെ പോലും
അറിവുള്ളവരെ പോലും പിഴപ്പിക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിവില്ലാത്തവനല്ല, അറിവുള്ളവര് പോലും വിട്ടുപോകുന്നു. എന്തിനെന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ പോലും അറിവില്ലാത്തവരല്ല, അറിവ് കൂടിയവരാ. അവരാണ് പിഴപ്പിക്കാൻ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഗൾഫിൽ പോയിട്ട് മക്കളൊന്ന് സൗദിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പടച്ചവനെ, ഇന്നലെ വരെ വാപ്പ പറയുന്നതനുസരിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് നടന്ന ചെറുപ്പക്കാരനാണ്. അവന് പടച്ചവനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവിടെ എങ്ങനെയല്ലേ, ഇവിടെ എന്താ ഇങ്ങനെ, ഇതൊക്കെ ശരിയാണോ, മരിച്ചവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ചവനെ, ആദർശപരമായ കാര്യങ്ങളിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് പല പല ചിന്തകൾ കടന്നു വരികയാണ്. അവന് വഴിപിഴച്ചു പോവുകയാണ്, അവനും ആ വഴി മാറി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലടോ. ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകാറില്ല, നമ്മൾ ഒരിക്കലും വഴിപിഴച്ചു പോകാറില്ല. പടച്ചവനെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് വഴിതെറ്റി പോകുന്നവനൊരു വഴികാട്ടിയുണ്ടോ. വഴിപറ്റി പോകുന്ന, വഴിയറിയാതെ സഞ്ചരിച്ചു പോകുന്നവന് പടച്ചവനെ ഒരു ഗൂഗിൾ മാപ്പ് പോലെ ഒരു വഴി നമുക്കുണ്ടോ. നമുക്ക് വഴി കാണിച്ചു തരാറ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം. അൽഹംദുലില്ലാഹ് പടച്ചവനെ, 100 വർഷം തികയുകയാണ്. 100ാം വാർഷികത്തിന് വേണ്ടി സമസ്ത ഒരുങ്ങുകയാ. ഒരു സംഘടനയില്ലടോ, അധികാരമോഹമില്ലടോ. അവര് ജീവിക്കുന്നത് പടച്ചവനെ, ആ പ്രസ്ഥാനം ഇന്ന് ജീവിക്കുന്നത് തഖ്വയിലാണോ. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ അൽഹംദുലില്ലാഹ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ. അത് ഒരു വഴികാട്ടിയായി ഒരു ദിവസം 17 പ്രാവശ്യം അല്ലാഹുവോട് പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നേരായ പദയിലാക്കണേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. ആ വഴികാട്ടിയുടെ പുറകില്, ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. വഴി തെറ്റുന്നവനെ ഒന്ന് വഴി കാണിക്കുന്ന ഒരു ഗൂഗിൾ മാപ്പ് പോലെ പടച്ചവനെ സമസ്ത നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊടി കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. എന്റെ പ്രിയപ്പെട്ടവര്, ആ 72 പേര് പിഴച്ച് നരകത്തിലേക്ക് പോകുമ്പോ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പാരമ്പര്യം പറയാൻ കഴിയുന്ന, ഇന്നു മുതൽ തുടങ്ങിയാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള പാരമ്പര്യം പറയാൻ കഴിയുന്ന അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നവരാ നമ്മള്. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ വിഭാഗമാണ് പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ആ പാരമ്പര്യം സഞ്ചരിച്ചു വന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആ സുന്നികളാണോ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ. ഈ പാതയാണ്, ഈ ആദർശമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ആദർശമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പെങ്ങളെ, ഈ ആദർശമാണ് നിന്റെ പൊന്നുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ഈ പുത്തനങ്ങാടി മഖാമിന്റെ അകത്ത് കിടക്കുന്ന ശുഹദാക്കൾ ആരാണെന്ന് നിന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. ആരാ ഔലിയാക്കന്മാരാരാ, പടച്ചവനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ, അവർക്കിന്ന് വിശ്വാസമില്ലടോ. വാപ്പാ താടിയും തഴമ്പുമുള്ള ഈമാനുള്ള പിതാവേ, നിനക്ക് വിശ്വാസമുണ്ട്, നിന്റെ മക്കൾക്ക് വിശ്വാസമില്ല. കള്ളം, കഞ്ചാവും, ലഹരി പദാർത്ഥങ്ങളും ഒന്നുമല്ല ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട വിഷയം വിശ്വാസത്തിന്റെ വിഷയമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസമില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ. സ്വർഗമുണ്ടെന്ന് പറയുന്നല്ലോ, സ്വർഗമുണ്ടെന്ന് പറയുന്നല്ലോ. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്ന, ഉസ്താദേ സ്വർഗമിരിക്കുന്നത് എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിനടിയിലാണോ, എവിടെ? പടച്ചവനെ, ഇന്ന് മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസം കുറവാ. വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്നത്തെ യുവതലമുറ ജീവിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഇന്നത്തെ കുട്ടികൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അധികം പേർക്കും വിശ്വാസമില്ലാതെ പോകുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ, ആമീൻ പറ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നിങ്ങൾ വിചാരിക്കും പടച്ചോൻ അതെന്തേ ഉസ്താദെ അങ്ങനെ പറഞ്ഞെന്ന്. ഞാൻ തെളിവ് പറഞ്ഞു തരാം. ഈ ഇരിക്കണ നിങ്ങളെല്ലാവരും ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി 10ാം ക്ലാസ്സിലോ +1-ലോ 9-ലും 10-ലും +1-നും +2-നും പഠിക്കുന്ന മകനെ പിടിച്ച് അടുത്തിരുത്തി പാപ്പ പറഞ്ഞു കൊടുത്തു, മോനെ പാപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോണോന്നാ. അതെന്താ പാപ്പ? അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എന്താന്ന് എന്റെ പൊന്നുമോൻ അറിയോ? എടാ അതിന്റെ വലുപ്പം നിനക്കറിയോ? അവിടെ എല്ലാം ഉണ്ടെടാ. ഉസ്താദ് പ്രസംഗിച്ച കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലൊരു മരമുണ്ട്, സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് കുതിരപ്പുറത്ത് സഞ്ചരിക്കുക, വാഹനപ്പുറത്ത് സഞ്ചരിക്കുക. നബി തങ്ങൾ പറയുമ്പോൾ അതാണല്ലോ വാഹനം. നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന നട്ടിരിക്കുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മനുഷ്യൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര വർഷം? എത്ര വർഷം? എന്റെ കൂടെ എത്ര വർഷം? 100 കൊല്ലം ഒരു മനുഷ്യൻ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൂടെ സഞ്ചരിച്ച ആ മനുഷ്യൻ വിട്ടുകിടക്കൂല. അത്രയ്ക്കും വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും നിന്റെ മോനോട് പറഞ്ഞേ. ഓൻ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, എന്റെ വാപ്പ ഇത് എന്തൊരു തെള്ളലാ വാപ്പ നിങ്ങൾ. പടച്ചോനെ ഇത് എന്ത് 100 കൊല്ലം സഞ്ചരിച്ച തീരാത്ത മരോ? ഒന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അവനത് തമാശയായിട്ട് ഇത് ചുമ്മാതെ തെള്ളിയതാന്നാ വിചാരിക്കുന്നത്. ഹാജിയാരുടെ മോന്റെ അവസ്ഥയെ ഞാൻ പറഞ്ഞേ. ഇപ്പോഴും കയ്യിൽ തസ്ബീഹിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മ ഇന്ന് രാത്രി പോയിട്ട് ഒരു കട്ടൻ ചായ വെച്ചപ്പോ മോളിങ്ങനെ ഓടി വന്നതാ. ഒന്ന് കൈ തട്ടി, ഒന്ന് കൈപൊള്ളി. എന്തൊരു ചൂട്. ഇപ്പൊ ഉമ്മ ചോദിക്ക, ഇതൊക്കെ ചൂടാണോ മോളെ? അതൊക്കെ അങ്ങ് നരകത്തിലെ തീയുടെ 70% ഈ ദുനിയാവിലെത്തി. ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ മോള് നിന്നെ കളിയാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമുണ്ട്. അത് പോട്ടെ, മക്കളുടെ കാര്യം പോട്ടെ. സ്വർഗത്തിൽ ഇത്രയും വലിയ ഒരു മരമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും പടച്ചവനെ നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊക്കെ കെട്ടുകഥയാണെന്ന്. അതുകൊണ്ടാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയും നമ്മുടെ മക്കളെ പിഴകുടയാണ് പടച്ചവനെ. ഗൂഗിളിലൂടെയാണ്, അവരെന്ന പുസ്തകങ്ങളിലൂടെയാ ദീൻ പഠിക്കുന്നത്. ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൂടെയല്ല ദീൻ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ, നബി തങ്ങളുടെ ജീവിതത്തിലൂടെയാണ് ദീൻ പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്ക്, ആദർശം പറപ്പിച്ചു കൊടുക്ക്. അല്ല പടച്ചവനെ, പലരും പറയാറുണ്ട്, ഉസ്താദേ എന്റെ പൊന്നുമോന് മാറിപ്പോയി, ഞാനെല്ലാം പഠിപ്പിച്ചു കൊടുത്തവനാണ്, പക്ഷെ അവനെന്ന് പലതും മറന്നുപോയി ഉസ്താദ്. അവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. വിശ്വാസപരമായിട്ട് അവന് വളരെ മാറിയിരിക്കുകയാണ്. സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, ഭാര്യ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ ചെന്ന് പ്രസവം കിടന്നു, ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുന്നു, ഇതാണ് നിങ്ങളുടെ മോന്, ഇതാണ് നിങ്ങളുടെ മോള് എന്ന് പറഞ്ഞാൽ സാധാരണ വെച്ച് നോക്കിയാൽ പിതാവാണ്, മാതാവാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മക്കളാകണമെന്നില്ല. ആദർശം കൂടെ വേണമടോ, ആദർശം കൂടെ വേണമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദർശം കൂടെ നമ്മുടെ മക്കൾക്ക് വേണം സഹോദരാ. 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ, ആ നൂഹ് നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. ഇതുപോലെ പ്രബോധനം നടത്തിയ വേറെ ഒരു പ്രവാചകനില്ലല്ലോ. പടച്ചവനെ, 950 വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ ഇങ്ങനെ മുങ്ങിച്ചാവുകയാണ്. തന്റെ പൊന്നാര മകൻ അതാ വെള്ളത്തിൽ കിടന്നിങ്ങനെ മുങ്ങിച്ചാകുമ്പോ നൂഹ് നബി അല്ലാഹുവോട് ചോദിക്കുന്നു, വനാദാ നൂഹ് റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി ലീ മിൻ അഹ്ലീ
മഹാനായ നൂഹ് നബി അല്ലാഹുവോട് പറയുന്ന, പടച്ചവനെ എന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പടച്ചവനെ. ഈ വെള്ളത്തിൽ മുങ്ങുന്നത് എന്റെ പൊന്നുമോനാണ്, എന്റെ പൊന്നുമോനാണ് പടച്ചവന്, എന്റെ അഹിലാണ് പടച്ചവന്, എന്റെ പൊന്നുമോനാണ് ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്നത്. അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്റെ അഹിലിനെ രക്ഷപ്പെടുത്തുമെന്ന്. ആ സമയത്ത് പടച്ച റബ്ബിന്റെ മറുപടി എന്താ? നൂഹ് നബിയുടെ മകനാണ് ആ കിടക്കുന്നത്, കനാൻ എന്ന് പറയുന്ന പൊന്നുമോനാണ് ആ കിടക്കുന്നത്. പക്ഷേ വാപ്പയുടെ ആദർശത്തിലല്ല, വാപ്പയുടെ ആദർശം അവനില്ലായിരുന്നു, അവൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനായിരുന്നില്ല. അല്ലാഹുവേ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ പൊന്നാര മകൻ അനുസരിക്കാൻ തയ്യാറായില്ല. അവസാനം തന്റെ പൊന്നാര മകന് വെള്ളത്തിന്റെ അകത്ത് കിടന്നു മുങ്ങിച്ചാകുമ്പോ വാപ്പ വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാ മോനെ. വാപ്പ പറയുന്നത് കേൾക്കടാ, ഈ കപ്പലിനകത്ത് കേറ്, ഈ കപ്പലിനകത്ത് കേറ്, ഇത് അല്ലാഹുവിന്റെ അദാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവ് വിളിക്കുമ്പോ മകൻ തന്നെ പറയുന്ന, പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മകൻ മുങ്ങിച്ചാകുകയാണ്. മഹാനായ നൂഹ് നബി സങ്കടത്തോട് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ ഇതെന്റെ മകനാണല്ലോ അല്ലാ, ഇതെന്റെ മകനാണല്ലോ അല്ലാ, നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്റെ അഹലിനെ സംരക്ഷണം കൊടുക്കുമെന്ന്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നല്ലതുപോലെ വളർത്തിയിട്ട് മക്കള് തലതിരിഞ്ഞു പോകുമ്പോ, 18 കൊല്ലം പോറ്റി വളർത്തിയ മകള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോ എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? അവളെ ഓർത്തിട്ട് എന്തിനായിരുന്ന് കരയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബ് കൊടുത്ത മറുപടി എന്തെന്നറിയോ? നൂഹേ വലൈസ മിൻ അഹ്ലി, നബി അതാ പറഞ്ഞു, നൂഹേ അവൻ നിന്റെ കുടുംബക്കാരനല്ല, ആദർശപരമായിട്ട് ആ വഴിയിലായിരുന്നില്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വസിയത്ത് ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താ? അവിടുന്ന് തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തു ആദർശം എന്താണെന്ന്. ജീവിക്കേണ്ടത്, പിൻപറ്റേണ്ടത് ഏത് ദീനിനെയാണ്, ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏത് റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. പടച്ചവനെ യാക്കൂബ് നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവേ ആദർശം ഞങ്ങൾക്ക് ഉറപ്പിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് മരണത്തിന്റെ സമയത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മരിച്ചുപോയവരുടെ രൂപത്തിൽ വന്ന് ഞങ്ങളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അല്ലാഹുവേ പരിശുദ്ധമായ ദീന മുറുകെ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഇബ്ലീസിനെ കരയിപ്പിക്കണം സഹോദരാ. അതുകൊണ്ട് പടച്ചവര് ശഅബാനിന്റെ വെള്ളിയാഴ്ച രാവാടോ അല്ലാഹുവേ, ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണല്ലോ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ആരും വെറുതെ കൊടുക്കണ്ട, ഒരാളും വെറുതെ കൊടുക്കണ്ട. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. മുത്തുനബിയല്ലേ പറഞ്ഞത്, അസ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. സദഖ അപകടങ്ങളെ തട്ടിമാറ്റുമടോ, ദുരന്തങ്ങളെ തട്ടിമാറ്റുമടോ, മാരകമായ രോഗങ്ങളെ കരിച്ചു കളയുമടോ, വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിക്കളയുമടോ. അത്രയ്ക്കും മഹത്വമുണ്ട് സദഖയ്ക്ക്. എന്തിനാ പ്രത്യേകിച്ച് നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് ശഅബാൻ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശഅബാനിന്റെ രാത്രിയില് തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. ഈ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ, പെങ്ങള്, ചെറുപ്പക്കാരാ, ആ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നീ ഒരു സദക്ക എടുക്കുമ്പോ 70 ശൈത്താന്മാര് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. അവര് പറയുന്നു, മക്കള് വളർന്നു വരുന്നു, വളരെ പ്രയാസമാണ്, അതുകൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ. 70 ഇബ്ലീസുകൾ 1 രൂപ സദക്ക കൊടുക്കാൻ പോകുന്ന മനുഷ്യനെ തടയുമെന്നാണ്. പരാജയപ്പെടുത്തു വാപ്പാ, പരാജയപ്പെടുത്തു ചെറുപ്പക്കാരാ. ആ 70 ഇബ്ലീസുകളെ പരാജയപ്പെടുത്തിയിട്ട് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം ഈ ബക്കറ്റിന്റെ അകത്ത് നീടാൻ തയ്യാറായാൽ അവസാന സമയത്ത് അവന് പരാജയപ്പെടുകയാണ്. പിടപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോ അവനെ പരാജയപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാനുള്ള അവരവസരമാണ്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കൂ, വെറുതെ വേണ്ട. പലരും പറയാറുണ്ട്, ഉസ്താദേ, എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, പോകാൻ ഇനി ഹോസ്പിറ്റലില്ല, പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും എല്ലാം കഴിച്ചു ഉസ്താദ്, എന്റെ രോഗം മാറുന്നില്ലെന്ന് പരാതി പറയുന്ന ഉമ്മ, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് നിബിധങ്ങൾ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. രോഗം മാറാൻ, ഏത് രോഗത്തെയും കരിച്ചു കളയാൻ കഴിയുന്ന ഒരു മരുന്ന് മുത്തുനബി പഠിപ്പിച്ചു തരികയാണ്. ആ മരുന്ന് ഏതെന്നറിയുമോ? നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവർക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന്. അവർക്ക് രോഗം വന്ന അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനെ, സംഘാടകർ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ഒരുപാട് ശുഹദാക്കൾ കിടക്കുന്ന മഖാമിന്റെ പരിസരത്താണല്ലോ. പടച്ചവനോട് പറയണം, അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ, ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. നല്ല നിയ്യത്തോടെ സദക്ക നൽകൂ അല്ലാഹുവേ, അതിനുള്ള മനസ്സു നൽകണേ അല്ലാ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ.